ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്നാൽ അതീവ പ്രാധാന്യമുള്ള ഒരു അറിവാണ് ഏവരിലേക്കും ഷെയർ ചെയ്യണത്. അത് നമുക്ക് ആ അറിവിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഗ്രഹിക്കുക അല്ലെങ്കിൽ ശ്രവിക്കുക എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിലെത്തിച്ചേരുന്നതാണ്. മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഏവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭചിന്തനത്തോടു കൂടി പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കാം. നമ്മുടെ എല്ലാം ഭവനങ്ങളെടുത്തു കഴിഞ്ഞാൽ യഥേഷ്ടം കർമ്മങ്ങൾ മുഖേനയുള്ള ധന്യത നിമിത്തം ധനമുണ്ട്, ആരോഗ്യമുണ്ട്, മറ്റെല്ലാ സുഖരീതിയിലുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഗ്രഹത്തിലെത്തുമ്പോൾ എന്നും കലഹമാണ് എന്നങ്ങോട്ട് നിരൂപിക്കുക. തമ്മിൽ അന്യോന്യം അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. ഇത് സംഭവിക്കണത് എന്താണ് എന്നാണ് നമ്മുടെ ചിന്ത. ഇനി മറ്റ് ചില ഗ്രഹങ്ങളെടുത്തു കഴിഞ്ഞാൽ രോഗദുരിതാദികൾ കൊണ്ടായിരിക്കും ധനയഥേഷ്ട ഉണ്ടാകും. പക്ഷേ രോഗങ്ങൾ കൊണ്ട് വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരായിരിക്കും. അടുത്തൊരു ഗ്രഹം എടുത്തു കഴിഞ്ഞാൽ രോഗമില്ല, കലഹമില്ല, പക്ഷെ ധനത്തിന് കുറവാണ്. ധനമില്ല, ധാന്യമില്ലാത്ത അവസ്ഥ, മുട്ടാണെന്ന്. ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സജ്ജനങ്ങളിലും അനുഭവവേദ്യമാകുന്നതാണ്. എന്താണ് ഇതിന് കാരണം? അത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ജ്യോതിശാസ്ത്ര നിഗമനത്തിൽ ഈ ഭൂമിയുടെ എല്ലാ കർമ്മനിധാനങ്ങളെയും ശ്രദ്ധേയരാക്കുന്നവരാണ് നവഗ്രഹങ്ങൾ. ആ നവഗ്രഹങ്ങൾ തൃപ്തിയായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ദുരിതങ്ങൾ മാറിക്കിട്ടുമെന്ന്, ദുഃഖങ്ങൾ മാറിക്കിട്ടും, രോഗങ്ങൾ മാറിക്കിട്ടും, ബിസിനസ് ഉയർച്ചയിലേക്ക് വന്നു ചേരും, ശത്രുക്കൾ നിഗ്രഹിക്കപ്പെടും, ആഭിചാര ദോഷങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കും, ഗൂഢസൂത്രം മുതലായ സംഗതികളിൽ നിന്ന് ശരീരം പരിപൂർണമായി അതിനെ ഭേദനം ചെയ്ത് മുന്നോട്ട് വർദ്ധിക്കും. അത് നവഗ്രഹങ്ങൾ ശ്രേഷ്ഠമായ പദത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഇങ്ങനെ ലഭ്യമാകുകയുള്ളൂ. ഒരായതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്രിയാവിഭാഗമാണ് പറയുവാൻ പോകുന്നത്. എല്ലാ ദിനങ്ങളിലും നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾ, ഉപാസനകൾ, സന്ധ്യനാമ പ്രാർത്ഥനകൾ ഒക്കെ അനുഷ്ഠിക്കണവരാണ് പൊതുവെ. എങ്കിലും ഇന്ന് ഭൂരിപക്ഷം സജ്ജനങ്ങളും അതില്ലാതെ മുന്നോട്ട് പോകുന്നവരാണ്. കാരണം ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഗ്രഹത്തിൽ വന്ന നിദ്രയെ പ്രാപിച്ച് വീണ്ടും പ്രഭാതത്തിൽ അടുത്ത കർമ്മത്തിനായിട്ട് യാത്ര തുടരുക, നല്ല നല്ല വസ്ത്രധാരണ ശൈലികളിൽ നിന്ന് മറ്റുള്ളവരെ ശ്രദ്ധയോട് വീക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ അധർമ്മമായ കർമ്മനിധാനത്തിലൂടെ ശാരീരികമായിട്ടുള്ള അവയവങ്ങളെ മുഴുവൻ പുറത്ത് ത്രസിച്ച് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ, അതോടുകൂടി നമ്മളിൽ നിന്ന്
ലക്ഷ്മി ദേവിയുടെ ചൈതന്യം വിട്ടുപോയി എന്നാണ്. കൂടാതെ പ്രാർത്ഥനകളില്ല, നാമജപങ്ങളില്ല, മന്ത്രജപങ്ങളില്ല, ഐശ്വര്യം കൈവിട്ടുപോയി. ഗുരുത്വമില്ലാതെയാകയാൽ നമ്മളെ പഠിപ്പിച്ച വിദ്യാസമ്പന്നരാക്കിയ ഗുരുനാഥന്മാരെ ആചരിക്കാത്തത് വഴി നമ്മുടെ സംസ്കാരം നമ്മളിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ തുടങ്ങി ഒട്ടേറെ കർമ്മനിധാനങ്ങൾ നമ്മൾ അനുവർത്തിക്കണവരാണ്. ഇതിൻ്റെയൊക്കെ പാപഫലമാണ് നമുക്ക് ഈ അനുഭവപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയണം. ഇതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും മറ്റെല്ലാ കർമ്മങ്ങളിൽ നിന്ന് മുക്തരായി ഗ്രഹത്തിൽ തന്നെ സ്ഥായിയായിട്ട് നിലനിൽക്കണ ഒരു ദിനമാണ് ഞായറാഴ്ച എന്നുള്ളത്. ആ ഞായറാഴ്ച ദിനഭാവത്തിൽ അതീവ ചൈതന്യമായിട്ടുള്ള ഈ പ്രപഞ്ചകാരകത്വത്തെ നിലനിർത്തണ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല മൺകുടം മേടിക്കുക. അതുപോലെ കുറച്ച് ഗണപതിപ്പടുക്ക, അവൽ, മലര്, കൽക്കണ്ടം, മുന്തിരി, പഴം, നിലവിളക്ക്, ഒരു ശകലം നെയ്യ്, 3 ദീപങ്ങൾ അല്ലെങ്കിൽ 5 ദീപങ്ങൾ, കുറച്ച് നവധാന്യം. അന്നേരം ഇവിടെ അതിനാണ് പ്രാതിനിധ്യം. നവധാന്യമാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഇത് അങ്ങട് ശ്രദ്ധേയമായിട്ട് ഇത്രയും ദ്രവ്യങ്ങൾ ഒരുക്കി ഞായറാഴ്ച പ്രഭാതകാലത്തിൽ 6:15 കഴിയുകയുള്ള സമയഭാവത്തിൽ 6:15 കഴിയുകയുള്ള സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വീഴുന്ന ആ ഒരു സാഹചര്യഭാവത്തിലാണ് നമ്മുടെ അങ്കണത്തിൽ, നമ്മുടെ ഗ്രഹത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു ചെറിയ അടുപ്പ് കൂട്ടി, കിഴക്കോട്ട് ദർശനമാക്കി ഒരടുപ്പ് കൂട്ടി വിനായകനെ സ്മരിച്ച് വിനായകന് വേണ്ടുന്ന ഗണപതിപ്പടുക്കെ അവിടെ സമർപ്പിച്ച് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത നവധാന്യങ്ങൾ ആ ചൈതന്യമാർന്ന മൺകുടത്തിലിട്ട് വേവിച്ച് അത് വെന്തു വരുന്ന 8ാമത്തെ തിളയിൽ, കൂടുതൽ തിളയ്ക്കണമെന്നല്ല, നമുക്ക് ഭോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം എന്താകണം, കൂടുതൽ തിളയ്ക്കണമെന്നാണ്. നവധാന്യങ്ങൾ ആകുമ്പോൾ നമുക്ക് ഭോജനം ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു അവസ്ഥ വരണില്ല. അങ്ങനെയുള്ള നവധാന്യങ്ങൾ ശ്രദ്ധയോടുകൂടി ധാന്യമാക്കി അത് വേവിച്ചെടുത്ത് ശേഷം അടുപ്പിലെ തീ കെടുത്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആദിത്യഹൃദയ മന്ത്രമോ ആദിത്യമന്ത്രമോ, അതിനെക്കുറിച്ച് വിശദീകരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ആദിത്യഹൃദയമന്ത്രം, ആദിത്യമന്ത്രമൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ആ മന്ത്രങ്ങൾ അങ്ങോട്ട് എടുക്കുക, അതങ്ങോട്ട് ജപിക്കുക, നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുക. ശേഷം അത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ കൈകളിൽ ഭഗവാനെ തർപ്പണം ചെയ്യണ രീതിയിൽ കുറച്ച് പുഷ്പം, അതേപോലെ തന്നെ ജലപാത്രം, ആ ജലപാത്രത്തിൽ ഗംഗൈ ജയമനീ ജൈവ ഗോദാവരി ച സരസ്വതി നർമ്മദൈ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞാണ് നമ്മൾ ഗണപതി ഒരുക്കൻ്റെ അടുക്കൽ വെക്കുന്നത്. അതിൽ നിന്ന് തീർത്ഥത്തുള്ളിയെടുത്ത് ആ നിവേദ്യത്തിലേക്ക് സമർപ്പിച്ച് സകല പ്രാർത്ഥനകളും ചൊല്ലി 2 പുഷ്പം ആ നിവേദ്യ ഭാവത്തിലിട്ട് ഭഗവാൻ സ്വീകരിച്ചതായിട്ട് സങ്കല്പിച്ച് ശേഷം നല്ല ഒരു ദൂഷണൽ എടുത്ത് അന്ന്
ഉളവാക്കിയ ആ ദ്രവ്യം, ആ നിവേദ്യം കാക്കയ്ക്കും മറ്റ് പക്ഷിമൃഗാദികൾക്കുമായിട്ട് നല്ലൊരു ദൂഷണലയില അങ്ങട് പകർന്നു നൽകുക. ഇങ്ങനെ ആദ്യ ഞായറാഴ്ചയോ അല്ലെങ്കിൽ അവസാന ഞായറാഴ്ചയോ അത് ഉചിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി ചിലരുടെ കാര്യകർമ്മത്തിൽ ജന്മനക്ഷത്രം വരുന്ന ദിനഭാവത്തിൽ അനുഷ്ഠിക്കുവാനുള്ളൊരു മനസ്സവർക്കുളവാകും. പക്ഷെ അതിനേക്കാളൊക്കെ ഉത്തമം ഞായറാഴ്ചകളിൽ അനുഷ്ഠിക്കുന്നതാണ്. ഭഗവാന്റെ സാന്നിധ്യം ഉളവാകുന്ന ദിവസമാണ് ഞായറാഴ്ച പൂർണ്ണമായിട്ടുള്ള ഭാവത്തിൽ. അത് കാരണം ഞായറാഴ്ചയ്ക്കാണ് പ്രാതിനിധ്യം. ഇത്രയും ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് ഗ്രഹ ജീവിതം അങ്ങോട്ട് ശ്രദ്ധിക്കുക. സംശയമൊന്നുമില്ല, അവിടെ രോഗങ്ങൾ ഉളവാകുകയില്ല, ദുഃഖങ്ങൾ വന്നു ചേരുകയില്ല, ധനത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും വന്നു ചേരുകയില്ല. ആരോഗ്യപരമായിട്ടുള്ള ശ്രേഷ്ഠതയാൽ നല്ല ചിന്തനങ്ങളോട് ഐക്യപരമായിട്ടുള്ള വിഷയങ്ങളിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള കുടുംബം ഇമ്പമുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് വിധിയാവണ്ണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ദോശനിലയിൽ നിലവിളക്കങ്ങളുടെ അടുത്ത് വെച്ച് ഗണപതി പടുക്ക വെച്ച് ഗുരുവിനെയും ഗണപതിയെയും മനസ്സാൽ സങ്കല്പിച്ച് ശേഷം ഒരു പുഷ്പം ഗുരുവിൻ്റെ അടുക്കൽ ഇടത്ത് ഭാഗം, നിലവിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ഇടത്ത് ഭാഗത്തിൽ നിലവിളക്കിനെ ഗണേശ്വരനായി സങ്കല്പിക്കുക. ശേഷം ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നതായി സങ്കല്പിച്ച് ഓം ഗണപതേ വരവരതേ സർവമേവ ശമാനേ വാനയ എന്ന് ചൊല്ലുക. ഓം ഗണപതേ വരവരതേ സർവമേവ ശമാനേ വാനയ എന്ന് ചൊല്ലി ശേഷം ഭഗവാനിൽ അർപ്പിച്ച ഒരു പുഷ്പം അങ്ങോട്ട് എടുക്കുക. അത് നിവേദ്യത്തിലോട്ട് അങ്ങോട്ട് ഇടുക. തുടർന്ന് അടുപ്പിലേക്ക് ആ നിലവിളക്കിൽ നിന്ന് തന്നെ അഗ്നി പകർന്ന് അഗ്നിദേവായ ഓം അഗ്നിദേവായ അല്ലെങ്കിൽ ഓം സ്വാഹായ എന്ന് ചൊല്ലി ശേഷം നല്ലതുപോലെ വിറകൊക്കെ അങ്ങോട്ട് വെച്ച് അഗ്നി നല്ലതുപോലെ കത്തുന്ന ഭാവത്തിലെത്തുമ്പോൾ മൺകുടം എടുത്തു വയ്ക്കുക. ആദിത്യനെ അങ്ങോട്ട് സ്മരിക്കുക. നവഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും സ്മരിക്കുക. ശേഷം കഴുകി വച്ചിരിക്കുന്ന നവധാന്യങ്ങൾ അതിലേക്ക് സമർപ്പിക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഭഗവാന്റെ അടുക്കൽ അങ്ങോട്ട് പറയുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വളരെയധികം ഉയരുവാനും അതേപോലെ തന്നെ സന്മാർഗികമായിട്ടുള്ള കർമ്മപഥങ്ങളിലൂടെ ജീവിതം വളരെ ദുരിതപൂരിതമാണ്. അതിനെ നല്ലൊരു ഭാവത്തിലെത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കർമ്മങ്ങളിലൂടെ അത് ശ്രേഷ്ഠമായിട്ട് മുന്നോട്ട് ചരിക്കണമെന്നാണ്. ഇത് ചെയ്യുക വഴി പിതൃദോഷങ്ങളും മുഴുവൻ ഇല്ലാതാകുകയാണ്. കാരണം പക്ഷിമൃഗാദികൾക്ക് ഈ ഭോജനഭാവം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നൈവേദ്യ വസ്തു കൊടുക്കുമ്പോൾ നമ്മൾക്ക് കണ്ണിന് കാണുവാൻ സാധിക്കാത്ത അണുക്കൾ മുതൽ ഒട്ടേറെ ജീവിവർഗങ്ങൾ അത് ഭക്ഷണവിധേയമാക്കുകയും ആയതുവഴി പുണ്യമായിട്ടുള്ള ഒരു കർമ്മപഥത്തിലൂടെ നമ്മുടെ ജീവന് മറ്റുള്ള ആപത്തുകളൊന്നും വരാതെ മുന്നോട്ട് യാത്ര തിരിക്കുവാനും സാധിക്കും. അന്നേരം ഈ വീഡിയോ ഏവർക്കും ശ്രദ്ധേയമായിട്ട് തോന്നണോ എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ, അറിവുകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ്. അന്നേരം എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള മംഗളങ്ങളും
സർവീശ്വരനായിരിക്കണ ഭഗവാൻ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹീമതീശ ഗോബ്രാഹ്മണോഭ്യശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സർവം സുഖിനോ ഭവന്തു. ഏവർക്കും മംഗളങ്ങൾ ഉളവാകട്ടെ. അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.